എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതത്തിന്റെ അളക്കുന്നതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. അപ്പൊ അതിനുള്ളിലായിരിക്കും ഇനി മുതൽ നമ്മള് ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവരും മറക്കാതെ കയറി കാണണേ. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെസ്സേജിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇടാട്ടോ. അപ്പൊ അത് കാണുന്നവരെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നേ നന്ദുവിനെ കൊണ്ട് ഗൗതമും പിങ്കിയും കൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞു. നന്ദുവിന്റെ കാലൊക്കെ പരിശോധിച്ച് വന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നല്ല മാറ്റം കാണുന്നുണ്ടെന്ന് പറയണം. ഇത്രയും കാലം ഇല്ലാതിരുന്ന മാറ്റം പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു സാറ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അല്ല, ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടായില്ല, പക്ഷെ അതൊന്നും അല്ല, ഇതിനതല്ലാതെ വേറൊരു മാറ്റം കാണുന്നുണ്ടെന്ന് പറയാം. അല്ല, വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുത്തായിരുന്നു ചോദിക്കോ കുഞ്ഞിനെ. ഞങ്ങൾ വേറെ ട്രീറ്റ്മെന്റും എടുത്തില്ല, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദൂട്ടം പറഞ്ഞു അതെ ഡോക്ടറുകളെ, എനിക്ക് ഡോക്ടർ ആൻറ്റി ഒരു ഓയിൽമെന്റ് കാലെ പുരട്ടാൻ തന്നായിരുന്നു പറയണേ. ഡോക്ടർ ആൻറ്റിയോ? അതാരാ? അത് പിന്നെ ഞാൻ ശാന്തിപുരത്ത് പോയ സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഡോക്ടർ ആൻറ്റി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു മോന് സ്പോർട്സ് മീറ്റിന് വേണ്ടിയിട്ട് ശാന്തിപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ഡോക്ടറാണ്. അപ്പൊ അവരൊരു ഓയിൽമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓയിൽമെന്റ് പുരട്ടുന്നുണ്ടായിരുന്നു പറയാ. ഇത് കേട്ടപ്പോൾ നന്ദോട്ടം പറഞ്ഞു ഡെയിലി ആ ഓയിൽമെന്റ് പുരട്ടണമെന്നാ ഡോക്ടർ ആൻറ്റി പറഞ്ഞ്. അതുകൊണ്ട് എനിക്കിപ്പോ നല്ല കുറവുണ്ടെന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണ്, അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ എന്ന് പറയണം. പിന്നീട് ഗൗതത്തിനോട് പറഞ്ഞു ഒരു പക്ഷെ അതും കൊണ്ടാണോ ഈ മാറ്റം ഉണ്ടായെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യും നിങ്ങള്, ആ ഡോക്ടർ എത്രയും പെട്ടെന്ന് പോയി കാണാൻ പറയണം. ഇത് കേട്ടവൻ ഗോവൻ ചോദിച്ചു എന്താ ഡോക്ടറെ? ഡോക്ടർ അങ്ങനെ പറഞ്ഞു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഡോക്ടർ വേറെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊക്കെ ഇന്നത്തെ കാലത്തും ഉണ്ടോ, പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കുട്ടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകണം, അതാണ് നമ്മൾ നോക്കണ്ടേ. ഒരുപക്ഷെ അത് ഏത് ഡോക്ടറാന്ന് മോൻ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ അതിൻ്റെ പേരും എല്ലാം അറിയാമോ? പേരെനിക്ക് അറിയില്ല എന്ന് പറയാം. അങ്ങനെ അറിയായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കായിരുന്നു, പക്ഷെ ഇതൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ എങ്ങനെയാന്ന് ചോദിക്കാം. മെഡിസിൻ കൊടുത്ത ആരാ എങ്ങനെയൊന്നും അറിയത്തില്ലോ. ശാന്തിപുരത്ത് ഏതോ ഒരു ഡോക്ടർ, അത്രയ്ക്കേ അറിയത്തുള്ളൂ. കുട്ടിക്കാണേലും നന്ദയുടെ പേരും അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് ഗവൻ ചോദിച്ചു അപ്പൊ ഞങ്ങളിനി എന്താ ഡോക്ടർ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടീനെ അവിടെ കൊണ്ടുപോയില്ലുക, അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. ഒരു പക്ഷേങ്കിൽ ഇത്രയും കാലത്തെ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ പെട്ടെന്ന് ഭേദമാകുമായിരിക്കും എന്ന് പറയാം. ഇവന് നല്ല ആത്മവിശ്വാസമുണ്ട്, അത് തന്നെയാണ് ഇവന്റെ മൈൻഡിൽ ഉള്ളിടത്തോളം കാലം അത് പെട്ടെന്ന് തന്നെ ബെറ്റർ ആവേണ്ട ചാൻസ് ഉണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇവന് കാലൊക്കെ പെട്ടെന്ന് സുഖമാവും എന്ന് പറയണം. ഇത് കേട്ടപ്പം ഗോവത്തിനും നന്ദയ്ക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് ഡോക്ടർ കുഞ്ഞിനോട് പറഞ്ഞു അതെ ഇങ്ങനെ ഒരു അച്ഛനും അമ്മേനും കിട്ടിയത് ഭാഗ്യം കേട്ടോ എന്ന് പറയണം. അവരോട് നന്ദി പറഞ്ഞേക്കാൻ പറയണം. ഇത് കേട്ടപ്പം താങ്ക്സ് പപ്പ, താങ്ക്സ് അമ്മയെന്നൊക്കെ അവൻ പറയണം. അവൻ കുഞ്ഞല്ലേ, അവനൊന്നും കാര്യങ്ങൾ അത്രയ്ക്കൊന്നും അറിയത്തില്ലല്ലോ. എന്നാലും അവനൊരു കാര്യം അറിയാം, ഡോക്ടറാൻറ്റി തനിക്ക് മരുന്ന് തന്നതിന് ശേഷമാണ് തനിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്നുള്ളത്. പിന്നീട് അവർ വീട്ടിലേക്ക് വരിക. ഈ സമയത്ത് നന്ദ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഗൗരി അങ്ങോട്ടേക്ക് വന്നു. ഗൗരി വന്നിട്ട് ഇങ്ങനെ ആകെപ്പാടെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു എന്താ അമ്മ, അമ്മ എന്തിനാ കരയണേന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്നോട് മോള് പിണങ്ങിയില്ലോ അതുകൊണ്ടാ. ഞാൻ പിണങ്ങാനാ അമ്മയോടോ? എനിക്ക് അമ്മയോട് പിണക്കൊന്നും ഇല്ലാന്ന് പറയാം. വേണ്ട, എനിക്കറിയാം മോൾക്ക് എന്നോട് പിണക്കാന്ന് പറയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മോൾക്ക് എന്നെയാണോ മോളുടെ പപ്പാനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കും. അത് കേട്ടതും ഗൗരി പറഞ്ഞു അതെന്ത് ചോദ്യം അമ്മേ, എനിക്ക് അമ്മേനെ ഇഷ്ടം. എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ എനിക്ക് അച്ഛനോട് ഇഷ്ടം തോന്നേ? ഒരു പക്ഷേങ്കില് ഇപ്പൊ കണ്ടില്ലേ, നന്ദുവിന്റെ പപ്പാനെ പോലുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഇഷ്ടമെന്ന് പറയാം. പക്ഷെ അല്ലാതെ വേറെ ഏത് ടൈപ്പാന്നും അറിയത്തില്ലോ, അതുകൊണ്ട് ഞാനെങ്ങനെ ഇഷ്ടപ്പെടുന്നേ? അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മേനെ ഇഷ്ടം എന്ന് പറയണം. ഇത് കേട്ടതും ഗൗരി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ്. ഗൗരിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് നന്ദ. പിന്നീട് ഗൗരി ചോദിച്ചു അമ്മയുടെ ഇപ്പൊ പിണക്കമൊക്കെ മാറിയോ? അമ്മയുടെ സങ്കടമൊക്കെ മാറിയോ നിൽക്കും. പിന്നെ അമ്മയുടെ സങ്കടമൊക്കെ മാറിയുടെ മുത്തേ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് ഇന്ത്യവരത്തില് മോഹിനിയും ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് വന്ന ലക്ഷ്മി അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയണം. വേറെ ശാന്തിപുരത്തേക്ക് പോകണം, അവിടെ കൊണ്ടുപോയി ചികിത്സിക്കണം, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ലക്ഷ്മി അമ്മ ചോദിച്ചു അല്ല നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഗൗതം ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു 15 ദിവസത്തെ ലീവെങ്കിലും എടുത്ത് പോകാമെന്ന് കരുതിയിരിക്കണേ. അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിലേ അതായിരിക്കില്ലേ നല്ലത്. ആ ഡോക്ടർ ആരാണെങ്കിലും അറിയായിരുന്നെങ്കിലോ ഒന്ന് വിളിച്ചെങ്കിലും ചോദിക്കായിരുന്നു എത്ര ദിവസം വേണമെന്നോ. ഇതൊന്നും അറിയത്തില്ല അമ്മയെന്ന് പറയണം. അരുന്ധതി പറഞ്ഞു അത് ശരിയാന്ന് പറയണം. മോഹിനി പറഞ്ഞു അല്ല നിങ്ങൾക്ക് എൻ്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിക്കാം. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല,
ഒരു ചെറിയ കുട്ടി അവന്. അവൻ പറയുന്ന കേട്ടിട്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാനായിട്ട് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന, എന്നിട്ട് അവൻ പറഞ്ഞു കേട്ട് പോകാനായിട്ട് നിനക്ക് തലയ്ക്ക് എന്താ വല്ല ഓളം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം അരുന്ധതി പറഞ്ഞു, ഓഹോ, മോഹിനിക്ക് കാര്യങ്ങളൊക്കെ എല്ലാം അറിയാലോ എന്ന് പറയണം. അതെടുത്തി അങ്ങനെ പറഞ്ഞേ, അല്ല നീ ഇതിനു മുമ്പ് ഡോക്ടറേറ്റ് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേ? ഓ, ഇനിയിപ്പം ജഗന്നാഥൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ഡോക്ടർ ബിരുദം നേടി ഇരിക്കുമായിരിക്കില്ലേ? അതുകൊണ്ട് നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നന്ദുവിന്റെ കാലിന് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നൊക്കെ. ഒന്നും മിണ്ടാതെ അടങ്ങിയിരുന്നോണം അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനിയെ ചീത്ത പറയാണ്. ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, പിങ്കി നീ പോയിക്കോ, നീയും കൂടെ കൂടി പോയിക്കോ, രണ്ടുപേരും കൂടെ അവിടെ പോയി നന്ദോട്ടന്റെ കാല് സുഖപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. എത്രയോ കാലങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ദിവസമാണ് എന്ന് പറയണം. അവന്റെ കാല് ഭേദമാവുന്ന ഒരു ദിവസം, ആ ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മളിങ്ങനെ കാത്തിരിക്കണമെന്ന് ചോദിക്കുക. അരുന്തേത് പറഞ്ഞാൽ അത് ശരിയാ, പാവം മോനെ, അവന്റെ കാല് ശരിയാവുകയാണെങ്കിൽ അവൻ എന്തൊക്കെ ആഗ്രഹങ്ങളാ. സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കണം. മോഹിനി, നീ ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ, എന്നിട്ട് പോലും നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനോടാണോ നിന്റെ ഈ അസൂയെന്ന് ചോദിക്കണം. അതിന് അസൂയുണ്ടെന്ന് ആര് പറഞ്ഞു? ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ. ഇത് കേട്ടപ്പോൾ അരുന്ധതി പറഞ്ഞു, നീ എന്ത് പറഞ്ഞെന്ന്? എവിടെ കൊണ്ടായാലും അവന്റെ കാലൊന്ന് ഭേദമാവുന്നത് കരുതി എല്ലാവരുടെ പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി കൊണ്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി നിൽക്കുക. അപ്പോഴെവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തെ കയറി രക്ഷപ്പെടാനല്ലേ നോക്കുള്ളൂ. ആ സമയത്ത് അവള് ഓരോ കുതന്ത്രം ഒപ്പിച്ചോണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ദേ മോഹിനി പറയുന്നൊന്നും പിങ്കിമോള് കേൾക്കണ്ട കേട്ടോ, അവളെങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരാൻ പറയണം. ഓഹോ, അപ്പം ഇവളെയും കൂടെ പറഞ്ഞു വിടാനുള്ള പുറപ്പെടാം. അങ്ങനെ പിങ്കിനെ വിടുന്നില്ല. പിങ്കി അങ്ങനെ പോയി സൂഹിക്കേണ്ട ഗൗതത്തിന്റെ കൂടെ. അങ്ങനെ കുറച്ചു ദിവസം തനിച്ചു പോയി സൂഹിക്കാന്ന് കരുതിയാ പിങ്കി ഇരിക്കുന്നത്. ആ വെള്ളം കൂടെ വാങ്ങി വെച്ചാൽ മതി. ഈ മോഹിനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ നടക്കില്ലെന്ന് മോഹിനി മനസ്സിൽ പറയാണ്. പിന്നീട് മോഹിനി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അതിനുശേഷം നന്ദോട്ടൻ ഗൗരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഗൗരിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഗൗരിക്ക് സുഖമാണെന്ന് ചോദിക്കാം. എനിക്ക് സുഖം, നന്ദുവിനോ? എനിക്ക് സുഖമെന്ന് പറയണം. എനിക്ക് നന്ദുവിനെ കാണാൻ തോന്നണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് നന്ദു പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണം. വരുന്നുണ്ടോ? എങ്ങോട്ട്? അതെ, ഞങ്ങൾ ശാന്തിപുരത്തിന് വരുന്നുണ്ട്. ഞാനും പപ്പയും അമ്മയും കൂടെ വരുന്നുണ്ടെന്ന് പറയാ. ഡോക്ടർ ആൻറ്റി അടുത്ത് ട്രീറ്റ്മെന്റ് വാങ്ങാൻ വരുന്നതെന്ന് പറയണേ. ട്രീറ്റ്മെന്റ് വാങ്ങാനോ? അതെ, അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എല്ലാം നന്ദു പറയണം. അതുകൊണ്ട് ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗൗരിക്ക് സന്തോഷമായി. ആഹാ, അപ്പോഴേക്കാണ് നന്ദുവിന്റെ അരിയിലേക്ക് പിങ്കി വരുന്നത്. ആരാ മോനെ ഫോണില്? ഗൗരി എന്ന് പറയണം. ആ കൊള്ളാലോ, അന്ന് ഇങ്ങോട്ട് തന്നെ അമ്മയൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയണം. പിന്നീട് ഫോൺ പിങ്കിയുടെ കയ്യിലേക്ക് നന്ദു കൊടുക്കുകയാണ്. നന്ദു ഫോൺ കൊടുത്തപ്പം ഗൗരിയോട് പിങ്കി വെച്ചു, മോൾക്ക് സുഖമാണെന്ന് ചോദിക്കാം. സുഖം ആൻറ്റി. ആൻറ്റിക്കോ? എനിക്ക് സുഖം കേട്ടോ. അതെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ കാണാനായിട്ടെന്ന് പറയാം. വാ, എനിക്കും കാണാൻ, നിങ്ങളെ കാണാൻ കൊതിയായെന്ന് പറയാണ്. പിന്നീട് നന്ദുവിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. ഫോൺ കൊടുത്തപ്പോൾ നന്ദു ഗൗരിയോട് പറഞ്ഞു, എന്നാ നമുക്ക് പിന്നെ കാണാട്ടോ എന്ന് പറയാണ്. അല്ല ആന്റി എന്തെന്ന് ചോദിക്കുകയാണ്. ഗൗരിയുടെ അമ്മ എന്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, അമ്മ അപ്പുറത്താന്ന് പറയണം. എന്നാ ശരി, നമുക്ക് പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും നന്ദി അങ്ങോട്ടേക്ക് വന്നു. നന്ദു വന്നിട്ട് ചോദിച്ചു, ആരാ ഗൗരി മോളെന്ന് ചോദിക്കാം. നന്ദു എന്ന് പറയണം. നന്ദയോ? അല്ല നന്ദയല്ല, നന്ദു എന്ന് ചോദിക്കണം. അതെ, നന്ദു എന്ന് പറയണം. നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? അതെ, ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്, അമ്മയുടെ കയ്യിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് വരുന്നുണ്ടെന്ന്. ആഹാ, അത് കൊള്ളാലോ. അല്ല അമ്മയ്ക്ക് സമയം ഉണ്ടാവുമോ നന്ദുവിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്? എന്താ അങ്ങനെ ചോദ്യം? അമ്മയ്ക്ക് സമയമുണ്ടല്ലോ. ഇത് ഗൗരി മോളുടെ നന്ദൂട്ടനല്ലേ, പിന്നെ അമ്മയ്ക്ക് സമയമില്ലാതിരിക്കുമോ? അതെ, ഡോക്ടർ ആന്റിക്ക് സമയം ഉണ്ടാവുമെന്ന് നന്ദൂട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയാം. ആഹാ, കൊള്ളാലോ. അത് മാത്രമല്ല, നന്ദുവിന്റെ അമ്മയോട് ഞാൻ സംസാരിച്ചു. അവരും ചോദിച്ചു, അമ്മേനെ കുറിച്ച് ചോദിച്ചു, അമ്മയുടെ ഫോൺ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ അപ്പുറത്താന്നൊക്കെ പറഞ്ഞു പറയാം. അത് സാരമില്ല, ഇനി വരുമ്പോ നേരിട്ട് വരുമ്പോ കാണാലോ എന്നൊക്കെ പറയാണ്. പിന്നീട് പിങ്കി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് വന്നിട്ട് ചോദിച്ചു, പിങ്കിയോട് ചോദിച്ചു, അല്ല പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയോ, എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോന്ന് ചോദിക്കാം. എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചെന്ന് പറയണം. പിന്നീട് പിങ്കിയോട് പറഞ്ഞു, മോളെ ഇതെന്റെ ഒരു പ്രതീക്ഷയാണ് നിങ്ങളുടെ ഈ യാത്രയെന്ന് പറയണം. പ്രതീക്ഷയോ? അതെന്താ അങ്ങനെ പറഞ്ഞ അമ്മയെന്ന് ചോദിക്കണേ. മറ്റൊന്നുമല്ല, കാരണം ഗൗതമോനുമായിട്ട് ആദ്യമായിട്ടല്ലേ മോളിങ്ങനെ പുറത്തൊരു യാത്ര പോണേന്ന് ചോദിക്കാം. അതും 10-15 ദിവസം നിങ്ങൾ അവിടെ പോയി ശാന്തിപുരത്തൊന്ന് ഗ്രാമത്തില്. ശാന്തിപുരത്തേക്കല്ലേ പോകുന്നേ. ഇത് കേട്ടപ്പത്തേന് പിങ്കി പറഞ്ഞു, ശാന്തിപുരമാണോ അശാന്തിപുരമാണോ എന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ എന്ന് പറയാം. എന്താ മോൾ അങ്ങനെ പറഞ്ഞ്? അല്ല, നമുക്ക് പേര് കേട്ട് ശാന്തിയാണെങ്കിലും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാ ഉണ്ടാകുന്ന പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും ആയിരിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഈ യാത്ര ഒരു പുതിയ ജീവിതത്തിന് തുടക്കമാവെന്ന് പറയണം.
പുതിയ ജീവിതത്തിന്. അതെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഗൗതത്തിന് മാറ്റം ഉണ്ടാവും. അവന്റെ കാലൊക്കെ ഭേദമായി കഴിയുമ്പോഴത്തേനും അവൻ നിന്നെ സ്വീകരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എത്ര കാലം എന്ന് വെച്ചാൽ മോളെ നീ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നതൊക്കെയാണ്. ഏയ്, എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഇല്ല ലക്ഷ്മി അമ്മ എന്ന് പറയണം. എന്താ അങ്ങനെ പറയണം മോള്? പിന്നെ ഇത്രയും കാലം ഞാൻ കാത്തിരുന്നില്ലേ, ഇതുവരെ ഗൗതം എൻ്റെ അടുത്ത് നേരാമണ്ണം ഒന്നും സംസാരിച്ചിട്ട് കൂടിയില്ല. പക്ഷെ ഇനി ആ പ്രതീക്ഷ എനിക്കില്ല. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, പക്ഷെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒന്നാകാൻ സാധിക്കുമെന്ന്. തിരിച്ചു വരുന്ന രണ്ടുപേരും കൂടെ ഒന്നായിട്ടായിരിക്കും. ദേ ലക്ഷ്മി ആ വാക്ക് പറയണേ. എനിക്ക് ആ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊക്കെ വിശ്വാസം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെൻ്റെ ആ വിശ്വാസമൊക്കെ പോയെന്ന് പറയാം. നന്ദുവിന് വേണ്ടി മാത്രം ഇപ്പൊ പോകുന്നേ. ഒരു പക്ഷെ അവിടെ ചെന്നാൽ എന്താ സംഭവിക്കുന്ന പോലും അറിയില്ല. ഇനിയിപ്പം നന്ദുവിന്റെ കാല് ഭേദമായില്ലെങ്കിലോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടാകുന്നേ. അവൻ എത്രയും പെട്ടെന്ന് സുഖപ്പെടണം, അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. പിന്നെ ബാക്കിയെല്ലാം രണ്ടാമത്തെ ഇതില. കാരണം നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. എൻ്റെ ജീവിതം വെച്ച് ഞാൻ അങ്ങനെ പറയണം. ഇത്രയും കാലമായിട്ടും എനിക്കൊരു പോസിറ്റീവ് സിഗ്നൽ തരാനായിട്ട് ഗൗതത്തിന് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ 10-15 ദിവസം കൊണ്ട് അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നിട്ട് നടന്നിട്ടില്ല. ഏയ്, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ആദ്യമായിട്ടല്ലേ നിങ്ങളൊരു ട്രിപ്പൊക്കെ പോകാൻ പോകുന്നേ, അതുകൊണ്ട് ഉറപ്പായിട്ടും നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ പിങ്കിയുടെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിങ്കിക്ക് അതൊക്കെ കേട്ടോ ഇപ്പോൾ ആശ്വാസമായി. ഒരു പക്ഷേ ലക്ഷ്മി അമ്മ പറയുന്നത് ശരിയായിരിക്കും. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കായിരിക്കും. പക്ഷെ ഉറപ്പൊന്നും പറയാനായിട്ട് പറ്റില്ല. അത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ പിങ്കി ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നന്ദയുടെ അരിയിലേക്ക് നിർമ്മല് വരുവാണ്. അങ്ങനെ നിർമ്മല് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിമോൾ ഓടിച്ചെന്നു. ലോറിയങ്കളെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. ആഹാ, അല്ല അങ്കിൾ എന്താ ഇപ്പൊ ഈ സമയത്ത്? അത് പിന്നെ ഉണ്ടല്ലോ, മോളെ കാണാൻ വേണ്ടി വന്നാ. മോളെന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ മോൾക്ക് വാക്ക് തരുകയും ചെയ്തതല്ലേ അമ്യൂസ്മെന്റ് പാർക്കിൽ പോന്ന്. അപ്പം മോളെ കൊണ്ടുപോകണ്ടേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പറഞ്ഞു, അതെ പോണം, പക്ഷെ നാളെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണ. അതെന്താ? നാളെ എനിക്കേ വരാൻ പറ്റില്ല, അത്ര അർജന്റ് ഒരു കാര്യമുണ്ടെന്ന് പറയണേ. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, അവൾക്ക് വരാൻ പറ്റുന്നല്ലോ പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയാവോ? അവളുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയണേ. നന്ദു വരുന്നുണ്ടോ? അതെ, അതിന്റെ ത്രില്ലിലാള്, അതുകൊണ്ട് അവള് വരുന്നില്ല എന്ന് പറഞ്ഞെന്ന് പറയാ. ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു, ആഹാ കൊള്ളാലോ അമ്പടി കള്ളി, അപ്പൊ നീ അവനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുവല്ലേന്ന് ചോദിക്കും. പിന്നല്ലേ, എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാങ്ങളെന്ന് പറയും. പിന്നീട് ഗൗരി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് നന്ദയുടെ അടുത്ത് നിന്ന് നിർമ്മല എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാണ്ട്. ഗൗരി അടുത്തുള്ളതുകൊണ്ടാണ് ഞാൻ സന്തോഷം അഭിനയിച്ച് ഇത്ര സമയം നിന്നേന്ന് പറയണം. പെട്ടെന്ന് നന്ദി ചോദിച്ചു, എന്താ നിർമ്മലെ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ അത്ര നല്ല കാര്യമൊന്നും അല്ലെന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലെന്ന് പറയണം. കാര്യം എന്താന്ന് പറ, മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. ആ മഞ്ജുള മാഡത്തിന്റെ മോനുണ്ടല്ലോ നവീനം, അവൻ ജയിലിലല്ലായിരുന്നോ? അവൻ ഇന്നലെ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തെന്ന് പറയണം. ഇത് കേട്ട ഒരു ഞെട്ടലോട് കൂടിയിട്ട് നന്ദ ഇങ്ങനെ നിർമ്മല നോക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല. മഞ്ജുള മാഡത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്തും നേരിടാൻ തയ്യാറായിട്ട് വേണം നന്ദ ഇരിക്കാനായിട്ട്. ഇനി വരുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.